ഇറാഖിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഫ്രഞ്ച് സൈനികൻ കൊല്ലപ്പെട്ടു. ചീഫ് വാറന്റ് ഓഫീസർ അർണോ ഫ്രിയോൺ ആണ് കൊല്ലപ്പെട്ടത്. ഏബിലെ ഫ്രഞ്ച് സൈനിക താവളത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികന് ജീവൻ നഷ്ടമായത്. ഇറാൻ യുദ്ധത്തിൻ്റെ പേരിൽ ഇത്തരം ആക്രമണങ്ങൾ ന്യായീകരിക്കാൻ ആവില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, തീർച്ചയായും ഇറാഖിലെ ഏബിലിൽ നടന്ന ഈ ആക്രമണത്തിലാണ് ഈ സൈനികൻ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈനികൻ്റെ പേരുൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ ഈ വിവരം ഇമ്മാനുവൽ മാക്രോൺ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സൈനികൻ്റെ മരണം സംഭവിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീരമൃത്യു സംഭവിച്ചു ഡ്രോൺ ആക്രമണത്തിലാണ് ഈ എയർപോർട്ടിലെ സൈനിക താവളത്തിൽ, ഫ്രാൻസിൻ്റെ സൈനിക താവളത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നതിനപ്പുറം അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് യുദ്ധത്തിൻ്റെ പേരിൽ ഇത്തരം ആക്രമണങ്ങളൊന്നും അംഗീകരിക്കാനാവില്ല എന്ന കർശനമായൊരു നിലപാട് ഫ്രാൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ മേഖലയിലെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ പശ്ചിമേഷ്യൻ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രയോജനപ്പെടുത്തുമെന്ന് കൃത്യമായി നേരത്തെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് യുദ്ധം ആരംഭിച്ച് 2-3 ദിവസങ്ങൾക്കകം അത്തരത്തിലുള്ള നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇറാഖിലെ ഫ്രാൻസിൻ്റെ ഈ സൈനിക കേന്ദ്രത്തിനെതിരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ഒരു സൈനികൻ മരിച്ചു എന്ന റിപ്പോർട്ട് എന്നതിനപ്പുറം ഇത്തരം ആക്രമണങ്ങളൊന്നും ഇറാൻ യുദ്ധത്തിൻ്റെ പേരിൽ ന്യായീകരിക്കാനാവില്ല എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായൊരു സൂചനയുണ്ട്. ആ സൂചന എന്താണെന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അതൊരു വലിയൊരു ആക്രമണത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമൊന്നും ഉണ്ടാകില്ല ഉടൻ തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടി അത്തരം സാഹചര്യങ്ങൾ പോലും തള്ളിക്കളയാനാവില്ല എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഒരു തിരുത്തൽ ശക്തിയായി അതിശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രാഥമികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.